ഹലോ ഗൈസ്, എല്ലാവർക്കും രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുന്നേ കണ്ട ഗുഹാക്ഷേത്രത്തിൻ്റെ രണ്ടാം പാർട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മേലെ ഏറിയിട്ട് കാണാൻ പോകാം. ഫുള്ള് സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഏതോ ഒരു ബോർഡുണ്ടല്ലോ, പോയി നോക്കാം എന്താണ്. വാവ്, ശരിക്കും പാറക്കുള്ളിലെ നിറയെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. പല തരത്തിലുള്ള ഗോളുണ്ട്. ഇത് എങ്ങനെയാണോ ഇതിനുള്ളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ആവുന്നത് നന്നായിട്ടുണ്ട്, കാണാൻ അടിപൊളിയായിട്ടുണ്ട്. പല തരത്തിലുള്ള സ്റ്റാച്യൂസ് നമുക്ക് കാണാൻ കഴിയും. ഇത് ശരിക്കും പാറക്കുള്ളിൽ, അത് എങ്ങനെയാണോ ഫിറ്റ് ചെയ്തതെന്ന് അറിയത്തില്ല. പാറക്കുള്ളിലെല്ലാം വെച്ചിട്ടുണ്ട്, ഒരുപാടുണ്ട്. ഇത് വേറൊരു കോഡാണ്. ചൈനീസ് അറിയാമെങ്കിൽ എല്ലാം വായിക്കുമായിരുന്നു. ചൈനീസ് അറിയാത്തതുകൊണ്ട് ഭയങ്കര കഷ്ടം. അപ്പോൾ നമുക്ക് മേലെ ഏറിയിട്ട് പോയി നോക്കാം. മേലെയാണ് ശരിക്കും റിക്ലൈനിങ് ബുദ്ധയുടെ സ്റ്റാച്യു ഉള്ളത്. ഇവിടുന്ന് മേലെ ഏറുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വളരെ മെക്ക് താഴെ നിന്ന് കാണുന്ന പോലെ വളരെ വലുതാണ്. 20 അടിയോളം ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ശരിക്കും റിക്ലൈനിങ് ബുദ്ധയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് കാണാനാണ് പലയിടങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ആക്ച്വലി ഇവിടുത്തെ അട്രാക്ഷൻ എല്ലാം 4 സൈഡിലും മലകളാണ്. ശരിക്കും മലയ്ക്ക് വെളിയെ നോക്കുമ്പോൾ 4 ഭാഗത്തും ശരിക്കും മലകൾ നമുക്ക് കാണാൻ കഴിയും. മലയ്ക്കുള്ളിലെ ഒരു ക്ഷേത്രമാണിത്. ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, വളരെ വളരെ മനോഹരമാണിത്. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വാൾ പെയിൻറ്റിങ്സ് ആണ്. പല തരത്തിലുള്ള ചൈനീസ് ഐതിഹ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതാണ് ഇവിടുത്തെ വാൾ പെയിൻറ്റിങ്സ് എല്ലാം. ഇവിടെ ഒരു ചെറിയൊരു റൂം മാതിരി കാണുന്നുണ്ട്. നമുക്കുള്ളിലേക്ക് പോയി നോക്കാം എന്താണെന്ന്. ഇവിടുത്തെ എല്ലാ ക്ഷേത്ര പരിസരങ്ങളും എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീനായി വെച്ചിരിക്കുന്നത്. അത് തന്നെ വലിയൊരു ഇതാണ്. ഇത് എന്ത് കോഡാണെന്ന് അറിയത്തില്ല. കുറേ കൈയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ചൈനീസ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു 10 റിങ്കിറ്റാണ്. ഇതൊന്ന് വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ പൂജ പോലെ ചെയ്യാം. ഇവിടുത്തെ വാൾ പെയിൻറ്റിങ്സ് വളരെ മനോഹരമാണ്. ശരിക്കും അത് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല. ശരിക്കും അത് നേരിട്ട് വന്ന് കാണുമ്പോൾ വേറെ തരത്തിലൊരു ഫീലിങ്സാണ് നമുക്ക് ഉണ്ടാവുന്നത്. വളരെ മനോഹരമായി പല പല ഐതിഹ്യങ്ങളും ചൈനീസ് ഐതിഹ്യങ്ങൾ കാട്ടുന്ന പലതരത്തിലുള്ള വാൾ പെയിൻറ്റിങ്സാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രത്തിലും ഇങ്ങനെയുള്ള എല്ലാ ക്ഷേത്രത്തിലും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയും പലതരത്തിലുള്ള കളിസ്ഥലങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് വേറൊരു പ്രത്യേകത.
ഇനി നമുക്ക് ഇവിടുത്തെ ഫിഷ് പോണ്ട് എങ്ങനെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നതെന്ന് കാണാൻ പോകാം. വളരെ മനോഹരമായ രീതിയിലാണ് ഇവർ ഇതിൻ്റെ പണി കഴിപ്പിച്ചുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴി തന്നെ നോക്കുകയോ എത്ര മനോഹരമാണ്. ആ പാറക്കെട്ടുകൾക്കുള്ളിലെ നിറയെ വലിയ ഇനി മറ്റൊരു ഭാഗത്തുള്ള ഒരു ഗുഹാക്ഷേത്രമാണിത്. ശരിക്കും ഇതിൻ്റെ ഉള്ളിലാണ് ആദ്യമായി ഇവർ വന്ന് സന്യസിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കയറുമ്പോൾ തന്നെ പല തരത്തിലുള്ള പാറക്കെട്ടുകൾ നമുക്ക് കാണാൻ കഴിയും.